ലോകത്തിന്റെ പ്രധാന എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് യുദ്ധമുനയിലാണ്. മേഖലയിലെ സൈനിക നീക്കങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഈ കോലാഹലങ്ങളൊന്നും ചൈനയെ അലട്ടുന്നില്ല. മറ്റു രാജ്യങ്ങൾ നിലവിൽ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി ഭാവിയിൽ തങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ശ്രമങ്ങളാണ് ചൈന നടത്തുന്നത്. ഹോർമൂസിലൂടെയുള്ള എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ചൈന കണ്ടെത്തിയ പ്രധാന വഴി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും വൈദ്യുതീകരിക്കുക എന്നതാണ്. ചൈനീസ് ഗവൺമെന്റിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഗ്രിഡ് കോർപ്പറേഷനും ചൈന സദേൺ പവർ ഗ്രിഡും ചേർന്നാണ് ഈ ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കുന്നത്. 2026-നും 2030-നും ഇടയിൽ ഏകദേശം $574 ബില്യൺ ചെലവിട്ട് ചൈന ഒരു നാഷണൽ ഇലക്ട്രിസിറ്റി സൂപ്പർ ഗ്രിഡ് നിർമ്മിക്കുകയാണ്. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പുനരുപയോഗ ഊർജ്ജം വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ശൃംഖല സഹായിക്കും. ഇതിലൂടെ വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് വലിയ തോതിൽ കുറക്കാനാകുമെന്ന് ചൈന കണക്കുകൂട്ടുന്നു. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന് പകരം ആഭ്യന്തര ഉൽപ്പാദനത്തിലൂടെ ഊർജ്ജ ആവശ്യകത നിറവേറ്റുകയാണ് ലക്ഷ്യം. രാജ്യത്തിന്റെ 80% മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖല 100 കോടിയിലേറെ പേർക്ക് വൈദ്യുതി ലഭ്യമാക്കും. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് വൈദ്യുതി എത്തിക്കാൻ ശേഷിയുള്ള 11 ലക്ഷം വോൾട്ട് വരെ പ്രവഹിക്കുന്ന ഹൈവേകൾ ഇതിന്റെ ഭാഗമാണ്. പടിഞ്ഞാറൻ വടക്കൻ മേഖലകളിലെ മരുഭൂമികളിൽ നിന്നും മലനിരകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കിഴക്കൻ തീരത്തെ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതോടെ ചൈനയുടെ ഊർജ്ജ ഭൂപടം തന്നെ മാറും. നിലവിലെ യുദ്ധ സാഹചര്യം ഈ പദ്ധതിയുടെ വേഗത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ.